നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിൽ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യൻ ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. ബുൾഡോസർ കൾച്ചർ എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, സുപ്രീം കോടതി ഇടപെട്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ നിലനിൽക്കുന്ന ഇങ്ങനെ ഒരു ബുൾഡോസർ കൾച്ചർ ഈ പറഞ്ഞ പോലെ അവസാനിപ്പിക്കണം എന്ന രീതിയിലേക്ക് വെർഡിക്റ്റ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഗവർണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ട്രൈബൽ വിഭാഗമാണ് ഡോങ്ക്രിയ കൊന്ത് ട്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രൈബൽസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതൊരു ന്യൂസ് ആയിരുന്നില്ല, പകരം ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്കൊരു പിക്ചർ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ ഡോങ്ക്രിയ കൊന്ത് ട്രൈബിൽ പെടുന്ന ആളുകളുടെ ഒരു ഫോട്ടോ, ഒരു പിക്ചർ ആ പത്രത്തിനകത്ത് ഉണ്ടായിരുന്നു. പലപ്പോഴും അങ്ങനെ വരുന്ന പോയിന്റുകൾ നമുക്ക് പരീക്ഷയിൽ പ്രിലിംസിന്, എസ്പെഷ്യലി പ്രിലിംസിന് ആവശ്യമായിട്ട് വരും. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ ഇന്ത്യയിൽ എന്തെങ്കിലും ഉള്ള ഒരു ആർട്ട് ഫോമിന്റെ ഒരു പിക്ചർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള ന്യൂസ് പേപ്പർ, ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ അകത്തെ പേജിൽ, അകത്തെ സൈഡിലെ പേജിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു എന്താണോ അവിടെ ഡെപിക്ട് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നതായിരിക്കും, ഒരു ഫാക്ടുകൾ അറിഞ്ഞിരിക്കുന്നതായിരിക്കും. പ്രിലിംസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മൂന്നാമത്തെ ടോപ്പിക്ക് നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആയിരുന്നു. CKM സിൻഡ്രം എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് മെയിൻലി വായിക്കാൻ സാധിക്കുന്നത്. ഇവിടെ CKM എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. C സ്റ്റാൻഡ്സ് ഫോർ കാർഡിയോ വസ്കുലർ ഡിസീസസ് എന്നും, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി റിലേറ്റഡ് ഡിസീസസും, M എന്ന് പറഞ്ഞാൽ മെറ്റാബോളിക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് കാർഡിയോ വസ്കുലർ കിഡ്നി മെറ്റാബോളിക് സിൻഡ്രം എന്നാണ് ഈ CKM സിൻഡ്രത്തിന്റെ മെയിൻലി നമുക്ക് ഫുൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ അത് വേറൊന്നുമല്ല, ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസുകൾ, ഓക്കെ, നോൺ കമ്മ്യൂണിക്കബിൾ, ഇതെല്ലാം കാർഡിയോ വസ്കുലർ അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് എന്നൊക്കെ പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസുകളാണ്. ഇങ്ങനെയുള്ള ഡിസീസുകൾ നമ്മുടെ നാട്ടിൽ, രാജ്യത്ത് ഈ പറഞ്ഞ പോലെ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം കേരളത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ടോപ്പിക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ടും അതിന്റെ ഡേറ്റാസ് പഠിച്ചതിന് ശേഷം ഇതുമൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെയിൻലി നമുക്കിവിടെ എക്സാം റിലേറ്റഡ് പഠിക്കാനായിട്ടുണ്ട്. ദെൻ ഫോർത്ത് ടോപ്പിക്ക് ഒരു മിസലേനിയസ് ടോപ്പിക്കാണ്. അവാർഡ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഒരു ആർട്ടിക്കിൾ അല്ല, ജസ്റ്റ് ഒരു ന്യൂസ് ആണിത്. ഈ വർഷത്തെ ഈ പറഞ്ഞ പോലെ ബുക്കർ പ്രൈസ് ഈ പറഞ്ഞ പോലെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കണം. കാരണം ചില വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ അവാർഡുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകളെ കുറിച്ചിട്ട് UPSCയുടെ പ്രിലിംസിൽ നമുക്ക് കാണാറുണ്ട്. ഓക്കെ, ശരി, നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്കാണ് സുപ്രീം കോർട്ട് പുട്സ് ബ്രേക്സ് ഓൺ ദ ബുൾഡോസർ കൾച്ചർ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള ഒരു ബുൾഡോസർ കൾച്ചർ എസ്പെഷ്യലി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ, എസ്പെഷ്യലി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ഒരു കൾച്ചർ വളരെയധികം കൂടുതലാണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ഈ ബുൾഡോസർ കൾച്ചർ എന്നുള്ളത്. അതായത് കെട്ടിടങ്ങളൊക്കെ തന്നെ ഇടിച്ച് നിരത്തുക എന്നുള്ള രീതിയിൽ. ഇത് രണ്ട് ടൈപ്പായിട്ട് ഈ ബുൾഡോസർ കൾച്ചർ രണ്ട് ടൈപ്പിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴേക്കും ക്രൈം റിലേറ്റഡ് ആയിട്ട്, ഓക്കെ, ക്രൈം റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണാൻ എന്താണെന്നുള്ളത്. ക്രൈം റിലേറ്റഡ് എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഹീനിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ ചെയ്ത വ്യക്തി ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ പേരിലുള്ള സ്വത്തുക്കൾ, ഇപ്പം കെട്ടിടങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വീടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നേരെ ഈ പറഞ്ഞ പോലെ ബുൾഡോസേഴ്സ് ഉപയോഗിച്ച് നശിപ്പിച്ച് കളയുന്ന പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഒന്നാമത്തെ കേസ്. അതാണ് ഈ ബുൾഡോസർ കൾച്ചറിന്റെ ഒന്നാമത്തെ ഒരു ടൈപ്പാണ്. ഇത്തരത്തിൽ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളിൽ, അതും ഹീനിയസ് ആയിട്ടുള്ള ഒഫൻസുകളിൽ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും, സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് എന്നല്ല, പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ വ്യക്തിയുടെ ഈ പറഞ്ഞ പേരിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ അസറ്റുകളൊക്കെ തന്നെ ഒന്നെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് നാട്ടുകാർ ഇടപെട്ട് ഈ പറഞ്ഞ ഇത്തരത്തിൽ ബുൾഡോസേഴ്സ് ഉപയോഗിച്ച് നശിപ്പിച്ച് കളയുന്ന ഒരു വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ നമ്മൾ എൻക്രോച്ച്മെന്റ്, ഓക്കെ, ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ്, ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസിലാണ് നമുക്ക് ഈ ഒരു ബുൾഡോസർ കൾച്ചർ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വാർത്തയിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ രണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഈ ഒരു വാർത്ത ഇങ്ങനെ സുപ്രീം കോടതി പറയാൻ തന്നെ നമുക്ക് ഈ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 142 കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഈ ആർട്ടിക്കിൾ 142ന്റെ പശ്ചാത്തലത്തിൽ ഒരു വിശദീകരിച്ച ഒരു റിപ്പോർട്ടിന്റെ പശ്ചാത്തലമാണ് ഈ വാർത്തയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 142 പ്രകാരം ഒരു കേസിനെ അനലൈസ് ചെയ്തപ്പോഴാണ് സുപ്രീം കോടതി ഈ ഒരു ബുൾഡോസർ കൾച്ചർ നിർത്തലാക്കണം എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് എക്സാം റിലേറ്റഡ് പഠിക്കാനുള്ള എന്താണ് ആർട്ടിക്കിൾ 142 എന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 140 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഐഡിയ ഓഫ് കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ്. ഐഡിയ ഓഫ് കംപ്ലീറ്റ് ജസ്റ്റിസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പറയണം ആർട്ടിക്കിൾ 142 ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ നിയമങ്ങൾ, ഇപ്പം ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പം നിയമം നിർമ്മിക്കുന്ന ഈ പറഞ്ഞ പോലെ ലെജിസ്ലേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ ആ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പ്രകാരം ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ജുഡീഷ്യറി ഉണ്ട്, അല്ലെങ്കിൽ നിയമം ഇവിടെ എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവിന്റെ ഭാഗം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. പലപ്പോഴും നോക്കി ഇങ്ങനെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൈം ഒരിടത്ത് നടന്നു, ഒരു വ്യക്തി ഈ പറഞ്ഞ ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ചെയ്തെന്ന് വിചാരിക്കാം. ആ ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ആര് ചെയ്യേണ്ടത്, ഇവിടെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പോലീസൊക്കെയാണെങ്കിലും ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ആ കേസ്
കൃത്യമായിട്ടും വാദങ്ങളൊക്കെ കേട്ടിട്ട് ആ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ അത് പലപ്പോഴും ലംഘിക്കപ്പെടുന്നു എന്നുള്ളത് കോടതി കണ്ടെത്തി. അതായത് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പുള്ളി ക്രൈം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കോടതിയിൽ തെളിയുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും അവിടുത്തെ ഗവൺമെന്റുകൾ ഇടപെട്ട് ഈ പറഞ്ഞ പോലെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ്, പലപ്പോഴും മാസ് സപ്പോർട്ട് കിട്ടാനായിട്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ആ വ്യക്തിയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തന്നെ ഇടിച്ചു നിരത്തുന്ന ഒരു കൾച്ചർ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി വിലയിരുത്തിയത്. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും അത് ശരിയാകണം നിർബന്ധമില്ല. ബിക്കോസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പുള്ളി തന്നെയാണ് അത് കുറ്റം ചെയ്ത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അണ്ടിൽ ആൻഡ് അൺലെസ് ആ ഒരു എന്താ പറയുക കോർട്ട് അത് വിധിക്കുന്നിടം വരെ ആളെ നമുക്ക് ഈ പറഞ്ഞ പോലെ വിക്ടിം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അയാളെ ഈ പറഞ്ഞ പോലെ കുറ്റവാളി എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റത്തില്ല. കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോൾ ആൾ ഇന്നസെന്റ് ആയിരിക്കാം, വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻസിന്റെ എന്തെങ്കിലും കാരണത്താൽ ഒരു വ്യക്തിയെ ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ അയാൾ തന്നെയാണ് ആ ക്രൈം ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഗ്യാപ്പുകൾ നമ്മുടെ നിയമത്തിനകത്തുണ്ട്. ആ ഗ്യാപ്പുകൾ കൃത്യമായിട്ടും തടയാനായിട്ടൊക്കെ തന്നെ സുപ്രീം കോടതി എന്നല്ല കോടതികൾ ഇടപെട്ടിട്ട് ഇവിടെ ആ വിക്ടിമിന് കൃത്യമായിട്ടുള്ള ജസ്റ്റിസ് നൽകുന്നതിനെയാണ് ഈ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് ബേസിക്കലി അറിയപ്പെടുന്നു. സോ ഇത് പറയുന്ന ആർട്ടിക്കിൾ 142 പ്രകാരമാണ്. സോ ഇറ്റ് മീൻസ് ടു എൻഷുർ ജസ്റ്റിസ് ബൈ ഫില്ലിംഗ് ഗ്യാപ്സ് ഇൻ ദ ലോ ആൻഡ് ഓവർ റൈഡിംഗ് ലീഗൽ പ്രൊവിഷൻസ് വെൻ എവർ നെസസറി എന്നുള്ളതാണ് ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 142 ഒക്കെ പ്രകാരം കൃത്യമായിട്ടും കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുക്കുന്ന ആരാണ്? സുപ്രീം കോടതി ഇടപെട്ടതാണ്. അത് മാത്രമല്ല ഇപ്പൊ ഇങ്ങനെ ഈ ബുൾഡോസർ ആയിട്ടുള്ള കൾച്ചർ വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമ്മൾ എന്താ പറയുക ലംഘിക്കപ്പെടുന്നുണ്ട്. ഇവിടെ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കാനായിട്ടുള്ള അധികാരം ആർക്കാണുള്ളത്? ജുഡീഷ്യറിക്കാണുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവിന് ഒന്നിനെ അതിനുള്ള അധികാരങ്ങളില്ല. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ കോടതി പറഞ്ഞത് ആ ഒരു ബുൾഡോസർ കൾച്ചർ അവസാനിപ്പിക്കണം എന്ന് കൃത്യമായിട്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല ഈ ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ടോട്ടലി അവോയ്ഡ് ചെയ്തിരിക്കണം. ഇല്ലീഗൽ ആയിട്ടുള്ള എൻക്രോച്ച്മെന്റ് നമുക്കത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ ഒരു ഭൂമി ഈ പറഞ്ഞ പോലെ എൻക്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് തിരികെ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ ഈ മുതൽ 15 ദിവസത്തെ ഒരു നോട്ടീസ് പീരീഡ് കൊടുത്തിരിക്കണം. ഈ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റിനകത്ത് നടപടികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടങ്ങൾ ഈ പറഞ്ഞ ഇല്ലീഗലി എൻക്രോച്ച് ചെയ്തിരിക്കുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ 15 ദിവസം ഒരു നോട്ടീസ് പീരീഡ് നമ്മൾ കൊടുക്കണം. ആ നോട്ടീസ് പീരീഡ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് ഡിമോളിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് എന്തിനാണ് 15 ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇപ്പോൾ സർവേയിൽ നടത്തിയ എന്തെങ്കിലും എറർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അയാളുടെ തന്നെ സ്വന്തം ഭൂമിയായിരിക്കും, നമ്മൾ സർവേ നടത്തിയപ്പോൾ വന്നൊരു എറർ ആണെങ്കിൽ അത് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കാം, എൻക്രോച്ച്മെന്റ് എന്ന് പറയുന്നത് മാറിപ്പോയതായിരിക്കാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ആ വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ കോടതിയെ സമീപിക്കണം എന്നുണ്ടെങ്കിലൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഈ 15 ദിവസത്തെ നോട്ടീസ് പീരീഡ് കൊടുക്കണമെന്ന് കോടതി ഇടപെട്ടൂടെ പറഞ്ഞിരിക്കുന്നത്. നേരെ തിരിച്ച് ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകൾ ഇത്തരത്തിലുള്ള ബുൾഡോസർ കൾച്ചർ ടോട്ടലി തന്നെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അവിടെ ആ കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? കോടതിക്ക് മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഈ പറഞ്ഞ വീട് നശിപ്പിക്കാന്ന് വിചാരിച്ചു. ആ വീടിന്റെ ഈ പറഞ്ഞ ഉടമസ്ഥൻ ആ വ്യക്തി മാത്രമല്ല, അവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ആളുടെ പേരൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ആളുടെ ഡിപ്പെൻഡൻസ് ഉണ്ടാവും, വൈഫ് ആകാം, അല്ലെങ്കിൽ കുട്ടികളാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ണർ ആരായിരിക്കും, ഡിപ്പെൻഡൻസ് ഒരുപാട് പേര് കണ്ടേക്കാം. അവരെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ അവരെ ഒരു പക്ഷേ ആ ഒരു ക്രൈമിനകത്ത് ബന്ധപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും, അവർ ഇന്നസെന്റ് ആയിരിക്കും മേ ബി. അപ്പോൾ അവരുടെയൊക്കെ തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടാണ് കോടതി ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ബുൾഡോസർ കൾച്ചർ ഈ പറഞ്ഞ പോലെ നിർത്തലാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യം ഓർക്കുക. ഈ ബുൾഡോസർ കൾച്ചർ നോർമലി ഈ പറഞ്ഞ പോലെ നമ്മൾ വാർത്തകളിൽ കേൾക്കാറുള്ളതാണ്. രണ്ട് ടൈപ്പായിട്ട് കേൾക്കാറുണ്ട്, ക്രൈം റിലേറ്റഡ് കേൾക്കാറുണ്ട്, ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ്. ഇവിടെ 15 ഡേയ്സ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇല്ലീഗൽ എൻക്രോച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്രൈം റിലേറ്റഡുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ബിക്കോസ് ആ വ്യക്തിയുടെ ഈ പറഞ്ഞ പോലെ സ്വത്തുക്കൾ നശിപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും മറ്റുള്ള ആളുകളെയും കൂടെ നമ്മളത് ചിലപ്പോൾ ബാധിച്ചേക്കാം. ആ ഒരു ക്രൈമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുടെ പേരൻസ് അല്ലെങ്കിൽ ആളുടെ ഡിപ്പെൻഡൻസ് ഒക്കെ അതിനകത്ത് അഫക്റ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകൾ കംപ്ലീറ്റ്ലി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് കാര്യത്തിൽ നമുക്കത് ചെയ്യേണ്ടി വരും. ബട്ട് 15 ഡേയ്സിന്റെ ഒരു നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യം ഓർത്തിരിക്കുക. ഇതെല്ലാം കോടതി പറഞ്ഞത് ഏത് ആർട്ടിക്കിളിന്റെ പശ്ചാത്തലത്തിലാണ്? ആർട്ടിക്കിൾ 142 പശ്ചാത്തലത്തിലാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സും ഇവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് കനോട്ട് ടേക്ക് എക്സസീവ് മെഷേഴ്സ് ഈവൻ അഗെയിൻസ്റ്റ് കൺവിക്സ് എന്നും ടോട്ടലി കോടതി ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇതാണ് ആ ഒരു ഡോങ്ക്രിയ കൊന്ത് ട്രൈബിലെ ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ടും എന്താണ് ആ ഡോങ്ക്രിയ കൊന്ത് ട്രൈബിനെ കുറിച്ചുള്ള മെയിൻലി കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇതിനകത്ത് തന്നെ ആദ്യം നമ്മൾ ഈ ഒരു ഡോങ്ക്രിയ കൊന്ത് എന്ന് പറയുമ്പോഴേക്കും രണ്ട് കാര്യങ്ങൾ. ഇതിനകത്ത് സൂപ്പർ സെറ്റ് എന്ന് പറയാൻ സാധിക്കുന്ന ഈ കൊന്ത് ട്രൈബാണ്. ഇവരാണ് ഇതിനകത്ത് മെയിൻ ആൾ. ഓക്കെ, ഈ കൊന്ത് ട്രൈബിന്റെ ഒരു സബ് ട്രൈബ്സിൽ ഇടുന്നതാണ് ഏത് ഈ ഡോങ്ക്രിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു സബ് ട്രൈബാണ് ഡോങ്ക്രിയ. അപ്പോൾ അത് ചേർത്തിട്ടാണ് ഈ ഡോങ്ക്രിയ കൊന്ത് എന്ന് ബേസിക്കലി അറിയപ്പെടുന്നത്. സോ കൊന്ത് ട്രൈബ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഒഡീഷയാണ്. ഒഡീഷയിലെ ഏറ്റവും വലിയ ട്രൈബൽ ഗ്രൂപ്പാണ്. ഇവർ എവിടേക്കാണ് മറ്റ് സ്റ്റേറ്റുകളിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്ര, ഒഡീഷ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഓൾമോസ്റ്റ് ആ ഒരു സെൻട്രൽ ഇന്ത്യ ബെൽറ്റിൽ ഉടനീളം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കൊന്ത് ട്രൈബിൽ പെടുന്ന ആളുകൾ പൊതുവിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് കുയും കുവിയാണെന്നുള്ള കാര്യം ഓർക്കുക. അതാണ് അവിടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. രണ്ടും ദ്രവീഡിയൻ ലാംഗ്വേജസിൽ പെടുന്നതാണെന്നുള്ള കാര്യം ഓർക്കുക. വിത്ത് അൻ ഒഡിയ സ്ക്രിപ്റ്റും ഉണ്ട്, ദ്രവീഡിയൻ ലാംഗ്വേജിൽ പെടുന്നതാണ് ഈ കുയും കുവി എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ പോലെ
ഇവർ കൂടുതലും ഈ പറഞ്ഞ നേച്ചറിനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകളും അതേപോലെ ആൻസിസ്റ്റർ വർഷിപ്പും ഒക്കെ തന്നെ അങ്ങനെ ഒരുപാട് റിലീജിയസ് ബിലീവ്സ് വെച്ച് പുലർത്തുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൂടെയാണ്. അപ്പോൾ ഈ കൊന്ത് ട്രൈബിന്റെ സബ് ട്രൈബ്സ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഡോങ്കറിയ, കോവി, കുത്തിയ, ലംഗ്വി, പെങ്ക, ആൻജാർണി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ എല്ലാം സബ് ട്രൈബ്സിൽ പെടുന്നതാണ്. ഇവിടെ ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്ന നമുക്ക് ആ ന്യൂസിൽ കാണാൻ സാധിക്കുന്ന ഡോങ്ക്രിയ കൊന്ത് ട്രൈബാണ്. ഇവർ ബേസിക്കലി ഒരു പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതായത് പർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളതാണ്. അത് ട്രൈബ്സിന്റെ അകത്ത് വരുന്ന ഏറ്റവും പ്രൊട്ടക്ഷൻ ഉള്ളതാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ തന്നെ ഏറ്റവും പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളവയാണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഏകദേശം 75 പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സുകൾ ഇന്ത്യയിലുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ ഡോങ്ക്രിയ കൊന്ത് എന്നുള്ള കാര്യം ഓർക്കുക. ഇവർ പ്രധാനമായിട്ടും ഒഡീഷയിലാണ് നമ്മൾ പറഞ്ഞു. അവിടെ ഒഡീഷയിലുള്ള നിയാംഗിരി ഹിൽസിലാണ് ഇവരെ പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത് ഹോർട്ടിക്കൾച്ചറും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനും ആണ് പ്രധാനമായിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവർ കുയി ലാംഗ്വേജ് ആണ്, കുയിയും കുവിയാണ് കൊന്ത് ട്രൈബുകൾ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ കുയി ലാംഗ്വേജ് ആണ് ഡോങ്ക്രിയ കൊന്ത് സംസാരിക്കുന്നത്. ആൻഡ് ദ കുയി ലാംഗ്വേജ് ഡസ് നോട്ട് ഹാവ് എ സ്ക്രിപ്റ്റ്. ഇന്നത്തെ കുയി ലാംഗ്വേജിന് എന്തില്ല, സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ബട്ട് ഇറ്റ് സ്പോക്കൺ അമംഗ് ദ പീപ്പിൾ ഓഫ് കൊന്ത് കമ്മ്യൂണിറ്റി. കൊന്ത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ കൂടുതലും സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് കൂടിയാണ് കുയി ലാംഗ്വേജ്. ഓക്കെ, ഇനി പർട്ടിക്കുലർലി വളരെ ട്രൈബൽ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ എങ്ങനെയാണ് നമ്മൾ പർട്ടിക്കുലർലി വളരെ ട്രൈബൽ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. അതായത് വേറെ ഒന്നുമില്ല, ഇവരുടെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം അത്രത്തോളം ചെറിയ നമ്പറൊക്കെ ആൾക്കാർ കാണുള്ളൂ ഈ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ. ഇവർ വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഭീഷണി നേടുന്ന ആളുകളാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 60-61 പീരീഡിൽ ദേബാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് സർക്കാർ ആദ്യമായിട്ടും ആ ടൈമിൽ ഉണ്ടായിരുന്ന 5-year പ്ലാൻ, ഫോർത്ത് 5-year പ്ലാൻ ആയിരുന്നു. ഫോർത്ത് 5-year പ്ലാനിൽ ഒരു സെപ്പറേറ്റ് കാറ്റഗറി കൊണ്ടുവരികയാണ്, നോൺ ആസ് പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവരുടെ പേര് കൊടുത്തത്, പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്. ആ പേര് പിന്നീട് 2006 ഗവൺമെന്റ് ഇടപെട്ട് കറക്റ്റ് ചെയ്ത് എങ്ങനെയാക്കി മാറ്റിയത്, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആയിട്ട് മാറ്റിയത്. അപ്പോൾ ഫോർത്ത് 5-year പ്ലാനിലെ പേരെങ്ങനെയായിരുന്നു, പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു. അതിനിടയായ കമ്മിറ്റി ഏതാണ്, ദേബാർ കമ്മീഷൻ. സോ ആ 2006 പേര് മാറ്റി ഈ പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പിന്റെ പേര് മാറ്റി അത് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പായിട്ട് മാറി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ പ്രകാരമാണ് ഒരു ഗ്രൂപ്പിനെ പർട്ടിക്കുലർലി വളരെ ട്രൈബൽ ഗ്രൂപ്പായിട്ട് ഐഡന്റിഫൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രിസർവേഷൻ ഓഫ് പ്രീ അഗ്രികൾച്ചർ പ്രാക്ടീസസ്. മേ ബി പ്രീ അഗ്രികൾച്ചർ പ്രാക്ടീസ് ഇപ്പോഴും പിന്തുടരുന്ന ആളുകളായിരിക്കും ഇവർ. ഇനി ഹണ്ടിങ്ങും ഗ്യാതറിംഗും ആയിരിക്കും ഇവർ പ്രധാനമായിട്ടും പാലിച്ചു പോരുന്നത്. ഇനി ഇവരുടെ പോപ്പുലേഷന്റെ കാര്യത്തിൽ ഒന്നെങ്കിൽ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡിക്രീസിംഗ് പോപ്പുലേഷൻ ആണെങ്കിൽ ഇവരെ പർട്ടിക്കുലർലി വളരെ ട്രൈബൽ ഗ്രൂപ്പായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും. ദാൻ റിലേറ്റീവ്ലി ലോ ലെവൽസ് ഓഫ് ലിറ്ററസി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. മറ്റ് ട്രൈബൽ ഗ്രൂപ്പിനെ അപേക്ഷിച്ച് ലോ ലെവൽ ഓഫ് ലിറ്ററസി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക എന്നുള്ളതും ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അങ്ങനെ മൊത്തം 75 പർട്ടിക്കുലർലി വളരെ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് നമുക്കുള്ളത്. ഇത് കൂടാതെ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ 18 സംസ്ഥാനങ്ങളിലും അതേപോലെ ഒരു യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന കാര്യം ഓർക്കാം. ഈ 75 പർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒഡീഷയിലാണ്. 13 ഒഡീഷയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിനുശേഷമുള്ളതാണ് ഇവിടെ ആന്ധ്രാപ്രദേശിൽ. ഓക്കെ, 75 പർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 13 ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്പോട്ടിൽ വരുന്ന ആന്ധ്രാപ്രദേശ് ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിളാണ്, നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിളാണ് ദ CKM സിൻഡ്രം ആസ് എ പ്രൈസ് ഓഫ് മോഡേണിറ്റി എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് CKM എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, കാർഡിയോ വസ്കുലർ കിഡ്നി മെറ്റാബോളിക് സിൻഡ്രം എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ എന്തിന്റെ ഫലമായിട്ടാണ് എന്നുള്ളതാണ് ഹെഡ്ലൈനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആസ് എ പ്രൈസ് ഓഫ് ഫോർ മോഡേണിറ്റി, നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈലുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത്. അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറയാൻ പറ്റും, അത് ശരിയായ കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മുടെയൊക്കെ തന്നെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഇവരിലൊക്കെ കൂടുതൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വളരെയധികം കുറവായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ നോൺ കമ്മ്യൂണിക്കൽ എന്ന് പറയുമ്പോൾ കാർഡിയോവസ്കുലർ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരുപാടെണ്ണം നമുക്ക് പറയാൻ പറ്റും. ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒബേസിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാടധികം അസുഖങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലെ ആളുകളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രീ മച്വർ ഡെത്തുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇപ്പം കേട്ടു തുടങ്ങുന്നു. എന്നാൽ നമ്മുടെയൊക്കെ പൂർവികരുടെ കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വളരെ വളരെ കുറവായിരുന്നു. ബിക്കോസ് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അതുപോലെ എന്നൊരു കാലഘട്ടമാണ്. അന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുമ്പോഴേക്കും ഇപ്പം വർക്കിന്റെ രീതിയാണെങ്കിൽ നോക്കുവാണെങ്കിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു ബോഡി ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം അനങ്ങിയുള്ള ഒരു ജോലിയല്ല കൃത്യമായിട്ട് ഇപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും കിട്ടുന്നില്ല. ഫുഡ് ഐറ്റംസിന്റെ കാര്യം പറയുവാണെങ്കിൽ കൂടുതൽ നമ്മൾ ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡുകൾ കൂടുതലായിട്ടും കഴിക്കുന്നു. ഇതിനൊക്കെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള മോഡേൺ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയാണ്. ബിക്കോസ് ഗ്ലോബലൈസേഷന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ പലരും ഈ പറഞ്ഞ IT കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ മീറ്റിംഗ്സും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് മേ ബി നമ്മുടെ ഇവിടുത്തെ ലേറ്റ് നൈറ്റ്സ് ടൈമിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ സ്ലീപ്പിനെ ബാധിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ലേറ്റ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പിനെയും കാര്യങ്ങളൊക്കെ ബാധിക്കും. അങ്ങനെയൊക്കെയുള്ള ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽസ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ആളുകളിൽ വർദ്ധിക്കാൻ ഇടയായിട്ടൊരു കാരണമായിട്ടും ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ പരിശോധിക്കാം.
സോ എക്സാമ്പിൾ ഇവിടെ നിലവിൽ ഒരു കുറച്ച് ഡേറ്റാസ് ഞാൻ പറയുകയാണ്. ഇൻ ഇന്ത്യ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ലൈക്ക് ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആൻഡ് ഡയബറ്റിക്സ് ആർ ദ ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത്, മേക്കിംഗ് അപ് ടു ഓൾമോസ്റ്റ് 50% ഓഫ് ഓൾ ഡെത്ത്സ് ഇൻ അവർ കൺട്രി. നിലവിൽ ഇന്ത്യയിലെ മരണം അടയുന്ന ആളുകളുടെ 50% കാരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഡയബറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ കാര്യം ഈ ഡെത്തിലേക്കുള്ള കാരണങ്ങളായിട്ട് 90 കാലഘട്ടത്തിൽ 40% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇപ്പം നിലവിൽ 50%-ത്തോളം 2030 ആകുമ്പോഴേക്കും ഇത് 75%-ആയിട്ട് വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിച്ചു തരുന്നത്. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈഫ് സ്റ്റൈലിന്റെ കാരണങ്ങൾ തന്നെയാണ്. സ്മോക്കിംഗ്, പുവർ ഡയറ്റ്, അതുപോലെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ദിസ് ഡിസീസ് ആണ്. അപ്പോൾ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, പുവർ ഡയറ്റ്, സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മളിൽ വർദ്ധിക്കാനായിട്ട് ഇടയാകുന്ന കാരണങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പഠനത്തെ റിപ്പോർട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് സ്റ്റഡിയാണ്. ഈ ഒരു 1 ഇയറിന്റെ പഴക്കമായിട്ടുണ്ട്. 1 ഇയർ ആയതാണ് റീസെന്റ്. എന്തായാലും ഈ പറഞ്ഞ പോലെ 1 ഇയർ ആയതുള്ള റിപ്പോർട്ടാണ്. മദ്രാസ് ഡയബറ്റിക്സ് റിസർച്ച് ഫൗണ്ടേഷന്റെ ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. അവർ ഈ പറഞ്ഞ പോലെ പഠനം നടത്തിയത് നമ്മുടെ ഇവിടെ ICMR-ഉം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറുമായിട്ട് ചേർന്നിട്ടാണ് ഈ പഠനം ഇന്ത്യയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡേറ്റ സമർപ്പിച്ചത്. ഈ ഡേറ്റയ്ക്കകത്ത് നമ്മുടെ കേരളം ഇതിനകത്തുണ്ട്. ഗോവ, പുതുച്ചേരി ആൻഡ് കേരള ഹാസ് എ ഹയസ്റ്റ് പ്രിവലൻസ് ഓഫ് ഡയബറ്റിക്സ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഡയബറ്റിക്സ് ഉള്ള സംസ്ഥാന പ്രദേശങ്ങൾ നോക്കുമ്പോഴേക്കും ഗോവയുണ്ട്, നമ്മുടെ യൂണിയൻ ടെറിട്ടറി പുതുച്ചേരി ഉണ്ട്, പിന്നെ നമ്മുടെ കേരളവും ആ ഒരു പട്ടികയിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. വിത്ത് റേറ്റ്സ് അപ്രോച്ചിങ് 25 to 26.4%. അതായത് ഇവിടെ കേരളത്തിൽ എടുത്തു നോക്കുവാണെങ്കിൽ 100 ആളുകളെ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 25-26 ആളുകൾക്കെങ്കിലും ഡയബറ്റിക്സ് അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഡയബറ്റിക്സ് എന്ന് പറയുമ്പോഴേക്കും ഈ ഇന്ത്യ നൗ ഹാസ് 101 മില്യൺ ഇൻഡിവിജ്വൽസ് ആണ് ഡയബറ്റിക്സിൽ പിടിപെട്ടിരിക്കുന്ന എന്നുള്ള കാര്യം ഓർക്കുക. ഇത് തന്നെ പ്രീ ഡയബറ്റിക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ 136 മില്യൺ പീപ്പിൾ അതിന്റെ ഭാഗമുണ്ട്. ദെൻ മറ്റൊരു പ്രശ്നമാണ് ഹൈ ബ്ലഡ് ഷുഗർ. 315 മില്യൺ ആളുകളാണ് നമ്മളിവിടെ ഹൈപ്പർ ടെൻഷൻ അനുഭവിക്കുന്നത്. ഈ 315 മില്യൺ ആളുകളിൽ ഏകദേശം 24% മെയിൽസ് ആണ്. ഓക്കെ, 24% മെയിൽസ് ആണ്. സോറി, 24% എന്നല്ല, ടോട്ടൽ മെയിൽസിലെ 24% മെയിൽസിലും നിലവിൽ ഹൈപ്പർ ടെൻഷൻ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ടോട്ടൽ വുമൺസിൽ, ഫീമെയിൽസിൽ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 21% ഫീമെയിൽസിലും എന്ത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് 100 പുരുഷന്മാരെ എടുക്കുവാണെങ്കിൽ അതിൽ 24 പേർക്കെങ്കിലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 100 സ്ത്രീകളെ എടുക്കുവാണെങ്കിൽ അത് 21 സ്ത്രീകൾക്കെങ്കിലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ നിലവിലെ ഡേറ്റാസ് പ്രകാരം 315 മില്യൺ ആളുകൾക്കാണ് ഹൈപ്പർ ടെൻഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഒക്കെ തന്നെ തീർച്ചയായിട്ടും അഫക്ട് ചെയ്യും. ബിക്കോസ് നമുക്ക് ഒരുപാടധികം ഹോസ്പിറ്റൽ എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ വരും. അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസിയെ തന്നെ അത് ബാധിക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ബിക്കോസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ജസ്റ്റ് ഡയബറ്റിക്സ്, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസേഴ്സ് ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് കോൺട്രിബ്യൂട്ട് ടു ഓവറോൾ ഡിസീസ് ബർഡൻ ഇൻ അവർ കൺട്രി. തൊട്ടുമുമ്പ് നമ്മൾ വേറൊരു ഡേറ്റയും കൂടെ കണ്ടിരുന്നു. ടോട്ടൽ ഡെത്തുകൾ 50%, നോ പറയുകയാണെങ്കിൽ 50%-ഉം ഇതിലുള്ള അസുഖങ്ങളാണ്. ഇനി ഇങ്ങനെയുള്ള അസുഖങ്ങൾ പലപ്പോഴും എന്തിലേക്ക് നയിച്ചേക്കാം, വ്യക്തികളുടെ ഡിസേബിലിറ്റി. ബിക്കോസ് പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള ഡിസീസുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും പാരാലിസിസ് പോലുള്ള, സ്ട്രോക്ക്, പാരാലിസിസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും അത് വ്യക്തികളുടെ ഡിസേബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ റെഡ്യൂസിങ് ഇൻഡിവിജ്വൽസ് ഫംഗ്ഷണൽ എബിലിറ്റീസ്, ഈ പറഞ്ഞ പോലെ തളർന്നു പോവുക, അങ്ങനെയുള്ള ഫംഗ്ഷണൽ എബിലിറ്റീസിലും കാര്യങ്ങളൊക്കെ ബാധിച്ചേക്കാം. ഇമ്പയറിംഗ് ദ ഡെയിലി, അവരുടെ ടോട്ടൽ ഡെയിലി ആക്ടിവിറ്റി തന്നെ അത് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് തീർച്ചയായിട്ടും വേണ്ടെന്ന് ചോദിച്ചാൽ ലോങ് ടേം മെഡിക്കൽ കെയർ ആവശ്യമാണ്. മെഡിക്കേഷൻസ് വേണം. യോഗ പോലുള്ള മെഡിക്കേഷൻസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാൻ പറ്റുവാണ് നല്ലതാണ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൃത്യമായിട്ടും ചെയ്യാനായിട്ടും സാധിക്കണം. പക്ഷെ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചലഞ്ചിങ് ആണ്. ബിക്കോസ് വർക്കിന്റെയും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്യാൻ ലീഡ് ടു ഇൻക്രീസ് ഹെൽത്ത്, നേരത്തെ പറഞ്ഞത് ഹെൽത്ത് കെയർ എക്സ്പെൻസുകൾ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൗസ് ഹോൾഡ് ഇൻകത്തിന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ഒക്കെ തന്നെ അത് നെഗറ്റീവായിട്ടും ബാധിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇനി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വ്യക്തികൾ ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ ബാധിക്കും. ബിക്കോസ് ഈ പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് പിന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ടിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പല വ്യക്തികളുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെയും അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനെ വരെ അത് ബാധിക്കാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി പോലും ബാധിച്ചേക്കാം. ബിക്കോസ് ഇവിടെ ഈ പറഞ്ഞ പോലെ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ മരണമടയുന്നതിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ പ്രീ മച്ചുവർ ഡെത്ത്സ് ആണ്. ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ 60% ആളുകളും പ്രീ മച്ചുവർ ഡെത്തിന് വിധേയമാകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ പ്രീ മച്ചുവർ ഡെത്തിന് വിധേയമാകുന്നതിന്റെ കാരണം വേറൊന്നും ആയിരിക്കത്തില്ല, ഇങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ പിടിപെടുന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ടും വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന്റെ ലൈഫ് എക്സ്പെക്ടൻസിയെ ബാധിക്കും. അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ ഒക്കെ തന്നെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് സർക്കാരുകൾക്കാണല്ലോ അന്നേരം കൂടുതൽ പൈസ എങ്ങോട്ടേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഈ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും, മറ്റ് മേഖലയിലേക്ക്
സ്പെൻഡ് ചെയ്യാൻ ഗവൺമെന്റിൽ പൈസ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ദെൻ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് ബുക്കർ പ്രൈസ് ആണ്. ബ്രിട്ടീഷ് റൈറ്റർ ഹാർവേ വിൻസ് ബുക്കർ പ്രൈസ് 2024 എന്നാണ് അറിയപ്പെടുന്നത്. ഈ വർഷത്തെ 2024 ബുക്കർ പ്രൈസ് ആണ് ഹാർവേ ഫോർ ഓർബിറ്റൽ എന്നുള്ള സ്റ്റോറിക്കാണ് അവർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. സമന്ത ഹാർവേ, ഓക്കെ, അതാണ് ഫുൾ നെയിം ആയിട്ട് പറയുന്നത്. സോ ഈ ഓർബിറ്റൽ എന്ന് പറയുന്ന സ്റ്റോറി അബൌട്ട് എ സിംഗിൾ ഡേ അബൌട്ട് ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ഒരു സിംഗിൾ ഡേയെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. ആൻഡ് ഷി റോട്ട് ഡ്യൂറിംഗ് ദിസ് COVID-19 ലോക്ക്ഡൌണിന്റെ സമയത്താണ് ആൾ ഈ കഥ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക, ഓർബിറ്റൽ എന്നുള്ള പുസ്തകത്തിന് വേണ്ടിയിട്ടാണ് 2024 ബുക്കർ പ്രൈസ് സമന്ത ബ്രിട്ടൻ ആളാണ് സമന്ത ഹാർവേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കുമ്പോൾ ജസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നാണ് ഈ ഒരു അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചാൽ 2022 ഓദർ ഗീതാഞ്ജലി ശ്രീക്കാണ് ആ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫോർ ഹർ ഹിന്ദി നോവൽ ടോംബ് ഓഫ് സാൻഡിനാണ് 2022 ഇന്ത്യൻ സിറ്റിസണായ ഗീതാഞ്ജലി ശ്രീക്ക് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അത്രയും കാര്യമാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ്, പർട്ടിക്കുലർലി വളരെ ട്രൈബൽ ഗ്രൂപ്പ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർ ഷേപ്പിംഗ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ കണ്ടെത്താൻ പറ്റും, ബിക്കോസ് നമ്മൾ ഓൾറെഡി പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്